കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം. ഒരു ഗുണപാഠ കഥ കേട്ടാലോ? കഥയുടെ പേര് ജീവിതത്തിൻ്റെ മൂല്യം. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പൂളയ്ക്കൽ. ഒരു ദിവസം ക്ലാസ് തുടങ്ങുന്നതിന് മുൻപേ അധ്യാപകൻ ഒരു 500 രൂപ നോട്ട് ഉയർത്തി കാണിച്ചു ചോദിച്ചു, ഇതാ, ഞാൻ ഈ നോട്ട് നിങ്ങളിൽ ഒരാൾക്ക് സൗജന്യമായി നൽകാം. ആർക്കാണ് ഇത് വേണ്ടത്? എനിക്ക്. സംശയമേതുമില്ലാതെ എല്ലാവരും ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു. അധ്യാപകൻ ആ നോട്ട് കയ്യിലിട്ട് ചുരുട്ടി. നന്നായി ചുളിഞ്ഞ ആ നോട്ട് ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം ചോദിച്ചു, ഇപ്പോഴോ ആർക്കൊക്കെയാണ് ഈ നോട്ട് വേണ്ടത്? അപ്പോഴും എല്ലാ കുട്ടികളും ഒരുപോലെ തനിക്ക് നോട്ട് വേണമെന്ന് പറഞ്ഞു കൈ ഉയർത്തി. ഇത്തവണ അധ്യാപകൻ ആ നോട്ട് താഴെയിട്ട് ചവിട്ടി. തറയിലെ പൊടിയിൽ കിടന്ന് അഴുക്ക് പിടിച്ച ആ നോട്ട് കയ്യിലുയർത്തി അദ്ദേഹം വീണ്ടും ചോദിച്ചു, ഇനി ഇതാർക്കെങ്കിലും വേണോ? ഒരാളുടെയും കൈ താഴ്ന്നില്ല. എല്ലാവരും ആ നോട്ട് വേണമെന്ന് തന്നെ പറഞ്ഞു. അതെന്താണ് ഇത്ര മുഷിഞ്ഞിട്ടും ഈ വൃത്തിയില്ലാത്ത നോട്ട് വേണമെന്ന് നിങ്ങൾ പറയുന്നത്? അധ്യാപകൻ ചോദിച്ചു. എത്ര മുഷിഞ്ഞാലും 500 രൂപ തന്നെയല്ലേ? അവർ തിരിച്ചു ചോദിച്ചു. അതെ, അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ജീവിത പാഠം. എത്ര മുഷിഞ്ഞാലും ഈ 500 രൂപ നോട്ടിൻ്റെ മൂല്യം ഒട്ടും കുറയുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ജീവിതത്തിൽ പലപ്പോഴും അഴുക്ക് പുരണ്ടേക്കാം, വലിച്ചെറിയപ്പെട്ടേക്കാം, ചവിട്ടി താഴ്ത്തപ്പെട്ടേക്കാം. എത്ര പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ മൂല്യം ഒട്ടും കുറയുന്നില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എത്ര ചെളി പറ്റിയാലും സ്വന്തം ജീവിതത്തെ നിങ്ങൾ സ്നേഹിക്കണം. ഒരിക്കലും ആർക്കും വേണ്ടെന്ന തോന്നൽ നിങ്ങൾക്കുണ്ടാകരുത്. നിങ്ങളുടെ വില നിങ്ങൾ അറിഞ്ഞിരിക്കണം. അധ്യാപകൻ പറഞ്ഞു നിർത്തി. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അങ്കിൾ.